ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. തളിപ്പറമ്പിലെ നിയുക്ത എംഎൽഎ ടി കെ ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തി. തളിപ്പറമ്പിലെ വൻ വിജയത്തിന് പിന്നാലെയാണ് ടി കെ ഗോവിന്ദനും ഭാര്യ കെ പി രമണിയും കോടിയേരിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയത്. നിഖിൽ അളവൂർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, കെ പി രമണിയൊക്കെ കോടിയേരിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ വൈകാരികമായി സംസാരിക്കുന്നത് നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. ആ തരത്തിൽ വളരെ അടുത്ത ഒരു ബന്ധം ഉണ്ടായിരുന്നു കോടിയേരിയുമായി. എന്തായാലും സെക്രട്ടറിക്കെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്ന, നിലവിലെ സെക്രട്ടറിക്കെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്ന ഒരു കാലത്താണ് മുൻപുള്ള സംസ്ഥാന സെക്രട്ടറി കൂടിയായ കോടിയേരിയുടെ വീട്ടിലേക്ക് ടി കെ ഗോവിന്ദനും ഭാര്യയും എത്തുന്നത്. രുചീഷ്, തീർച്ചയായും ഇത് വ്യക്തിപരമായ സന്ദർശനം എന്ന രീതിയിൽ തന്നെയാണ് ടി കെ ഗോവിന്ദൻ നേരത്തെ പറഞ്ഞിരുന്നത്. ആ നിലയ്ക്കാണ് കോടിയേരിയെ കാണാൻ എത്തുന്നതും. മാത്രമല്ല, കോടിയേരിയുമായി വ്യക്തിപരമായി ഉണ്ടായ അടുപ്പത്തെക്കുറിച്ച് ടി കെ ഗോവിന്ദനും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കെ പി രമണിയും ഒക്കെ വിവിധ ഘട്ടങ്ങളിൽ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ തളിപ്പറമ്പിൽ വലിയ വിജയം നേടിയതിന് ശേഷം ടി കെ ഗോവിന്ദൻ ഇത്തരത്തിൽ കോടിയേരിയുടെ വീട്ടിലെത്തുമ്പോൾ അതിന് ചില രാഷ്ട്രീയ മാനങ്ങൾ സ്വാഭാവികമായും കൽപ്പിക്കപ്പെടും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇന്ന് രാവിലെ കണ്ണൂർ DCC ഓഫീസിൽ CPIM തെറ്റ് തിരുത്താൻ തയ്യാറാകണം എന്ന് പറയുന്നു. എന്നാൽ അത്തരത്തിൽ തിരുത്താനൊന്നും CPIM തയ്യാറാവില്ല എന്നതാണ് തൻ്റെ അനുഭവം എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ ടി കെ ഗോവിന്ദനാണ്. അതായത് പാർട്ടിയിൽ ഒരു തിരുത്തൽ ഇല്ല എന്നതിൻ്റെ പേരിൽ പാർട്ടിയുമായി പിണങ്ങിപ്പോകുന്നു. പിന്നീട് തളിപ്പറമ്പിൽ UDFിൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നു, ജയിക്കുന്നു, ഇനിയിപ്പോൾ MLA ആയി വരാൻ പോകുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ടി കെ ഗോവിന്ദൻ ഇപ്പോൾ കോടിയേരിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഇതിൽ രുചീഷ് പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം MV ഗോവിന്ദൻ എന്ന CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ ഉണ്ടായ പരാജയങ്ങളുടെ പേരിൽ, പ്രത്യേകിച്ചും തളിപ്പറമ്പിൽ ഇത്തരത്തിൽ 56ഓളം വർഷമായി കയ്യിലുള്ള ഒരു സീറ്റ് നഷ്ടപ്പെടുത്തിയതിൽ എല്ലാം തന്നെ MV ഗോവിന്ദനെതിരെ വലിയ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ കോടിയേരി ആയിരുന്നു ഈ സമയത്ത് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി എങ്കിൽ ഇത്തരമൊരവസ്ഥ CPIMന് വരില്ലായിരുന്നു എന്ന രീതിയിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഈ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ ഇടപെട്ട് അതിൽ കൃത്യമായൊരു തീരുമാനമെടുക്കുമായിരുന്നു. ഇത്രയും പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകില്ലായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും പാർട്ടി അണികൾക്കിടയിലും വലിയ ബിനീഷ് കോടിയേരി കൂടി ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പറഞ്ഞ കാര്യവും അതാണ്. കോടിയേരി പോലെ ഒരു സംസ്ഥാന സെക്രട്ടറിയെ ഇനി കിട്ടിയേക്കില്ല എന്ന തരത്തിലുള്ള വാക്കുകൾ ഉന്നയിച്ചായിരുന്നു പാർട്ടിക്കെതിരായ ഒരു പരോക്ഷ വിമർശനം വന്നത്. തീർച്ചയായും രുചീഷ്, പിണറായിയെ പോലൊരു മുഖ്യമന്ത്രി ഇനിയും ഉണ്ടായേക്കാം, പക്ഷേ കോടിയേരിയെ പോലൊരു പാർട്ടി സെക്രട്ടറി ഉണ്ടാവില്ല എന്ന് ബിനീഷ് കോടിയേരി പറഞ്ഞു വെച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എല്ലാം തന്നെ ചുമത്തപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. MV ഗോവിന്ദനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, അല്ലെങ്കിൽ തളിപ്പറമ്പിൽ ഉൾപ്പെടെ അദ്ദേഹം എടുത്ത നിലപാടുകളാണ് ഇത്തരത്തിൽ പാർട്ടിക്കൊരു പ്രതിസന്ധി ഉണ്ടാക്കിയത്, പാർട്ടിയെ ഇത്ര വലിയ പരാജയത്തിലേക്ക് എത്തിച്ചത് എന്ന് പാർട്ടി അണികൾ തന്നെ പറയുന്ന സാഹചര്യമുണ്ട്. MV ഗോവിന്ദൻ്റെ നാട്ടിൽ തന്നെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിയണമെന്ന വികാരം പ്രകടിപ്പിച്ചുകൊണ്ട് പോസ്റ്ററുകൾ വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഈ സംസ്ഥാനത്തെ LDF നേരിട്ടിരിക്കുന്ന, പ്രത്യേകിച്ചും CPIM നേരിട്ടിരിക്കുന്ന പരാജയത്തിൻ്റെ കാരണം CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്, അദ്ദേഹത്തിൻ്റെ പിടിപ്പുകേടാണ് എന്ന രീതിയിൽ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് MV ഗോവിന്ദന് പകരം കോടിയേരി ആയിരുന്നു എങ്കിൽ എന്തായിരിക്കും സാഹചര്യം എന്ന ചർച്ച വളരെ സജീവമായി നടക്കുന്ന ഒരു സമയം രൂപപ്പെട്ടത്. ആ ചർച്ച നടക്കുമ്പോൾ തന്നെ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്ന കാര്യം, കോടിയേരി ആണെങ്കിൽ ഒരിക്കലും തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഇത്തരത്തിലൊരവസ്ഥ വരുമായിരുന്നില്ല. ടി കെ ഗോവിന്ദൻ ഉൾപ്പെടെ പാർട്ടി വിട്ട് പോകുമായിരുന്നില്ല, എതിർപ്പാളയത്തിലെത്തി മത്സരിക്കുമായിരുന്നില്ല, അതിന് കൃത്യമായ സമയത്ത് കോടിയേരി ഇടപെടുമായിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ആ വ്യക്തിപരം എന്ന് പറയുമ്പോൾ പോലും ടി കെ ഗോവിന്ദനും ഭാര്യ കെ പി രമണിയും ഇത്തരത്തിൽ കോടിയേരിയുടെ വീട്ടിലെത്തുന്നു. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. കോടിയേരി സ്മൃതി മ്യൂസിയമാണ് അത് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളത്. ആ മ്യൂസിയത്തിൽ നടന്ന് കോടിയേരിയുടെ ചിത്രങ്ങളൊക്കെ അവർ കാണുന്നു. വിനോദിനി ബാലകൃഷ്ണൻ, കോടിയേരിയുടെ സഹധർമ്മിണി വിനോദിനി ബാലകൃഷ്ണൻ കൂടെ ഉണ്ട്. അവരുമായി സംസാരിച്ചിരുന്നു വീട്ടിലെത്തിയതിന് ശേഷം. അതിനുശേഷമാണ് ഈ മ്യൂസിയത്തിൽ സന്ദർശനം നടത്തിയത്. ഏതായാലും കോടിയേരിയുടെ ഓർമ്മകൾ എല്ലാം പങ്കുവെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ടി കെ ഗോവിന്ദനും ഭാര്യ കെ പി രമണിയും ഒക്കെ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത്, കോടിയേരി ആയിരുന്നു CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി എങ്കിൽ ഇത്തരത്തിൽ പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്ന സാഹചര്യം പോലും ഉണ്ടാകുമായിരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ കൃത്യമായി ഇടപെട്ട് അതിനൊരു തീരുമാനം
ന്യായത്തിൻ്റെ ഭാഗത്തുള്ള തീരുമാനമെടുക്കാൻ ശേഷിയുള്ള നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ഇല്ലായ്മ, കോടിയേരി ഇല്ലായ്മ കൃത്യമായി അനുഭവിക്കുന്നുണ്ട്. അതായത് നിഖിൽ, ഒരു പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ CPIM ൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ഒരാൾ പോയാൽ ഉണ്ടാകുന്നതിലും വലിയ നഷ്ടമാണ് ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പാർട്ടിയുടെ ആശയം തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് പുറത്തു നിന്ന് ഒരു വിമത ശബ്ദമായി നിൽക്കുന്ന ഒരാൾ എന്ന തരത്തിൽ കാണുമ്പോൾ TK ഗോവിന്ദന്റെ ഈ പുറത്തുപോക്ക്, അതോടൊപ്പം പ്രധാനപ്പെട്ട കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായൊക്കെ ഇപ്പോഴും ആ വ്യക്തിബന്ധം സൂക്ഷിച്ചുകൊണ്ട് പാർട്ടിയുടെ ആശയം സൂക്ഷിച്ചുകൊണ്ട് ഉള്ള ആ പ്രതികരണങ്ങൾ ഇനിയും അടുത്ത ദിവസങ്ങളിലും CPIM ന് വലിയ തലവേദനയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. തീർച്ചയായും രുചീഷ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് മാത്രമല്ല, ഇതിപ്പോൾ ഈ TK ഗോവിന്ദൻ കോടിയേരിയുടെ വീട്ടിലേക്ക് എത്തുക കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ തളിപ്പറമ്പിലെ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഒരു വലിയ വിഭാഗം TK ഗോവിന്ദൻ ഉയർത്തിയ കാര്യങ്ങൾ ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുകയും MV ഗോവിന്ദനും PK ശ്യാമളയ്ക്കുമെതിരെ തിരിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ CPIM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്ന കോടിയേരിയുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ TK ഗോവിന്ദൻ രംഗത്തേക്ക് വരുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നു. അപ്പോൾ വൈകാരികമായി താൻ ഇപ്പോഴും CPIM-കാരനാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന രീതിയിലേക്ക് അദ്ദേഹം നിൽക്കുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഒരു ഭാഗമുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഈ കമ്മ്യൂണിസ്റ്റ് ആശയം കൈവിടുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ആർക്കും എപ്പോൾ വേണമെങ്കിലും എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം, അതിന് കമ്മ്യൂണിസ്റ്റ് അത് തന്നെയാണ് TK ഗോവിന്ദൻ നേരത്തെയും പറഞ്ഞത്. CPIM-ൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്, പക്ഷേ അത് കമ്മ്യൂണിസ്റ്റിൽ ആശയം കൈവിട്ടിട്ടില്ല എന്ന പ്രതികരണം തന്നെയാണ് നടത്തിയത്. എന്തായാലും കോടിയേരിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയിരിക്കുന്നു TK ഗോവിന്ദനും ഭാര്യയും.